ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. മിണ്ടത്തില്ല. എന്നതാ പ്രശ്നം? ആരോടാ? ആ ദേശാഭിമാനിയും കൈരളിയും വെറുതെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടമല്ല. ഹേറ്റാണ്. അല്ല, അപ്പൊ അവര് ചോദ്യം ചോദിക്കണ്ടേ? വേണ്ട, അവര് ചോദിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ല അവരെ. അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കണം അല്ലേ? ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാൻ. അവരവരുടെ പണിയല്ലേ എടുക്കുന്നത്, അവർ പണി എടുക്കണ്ടേ? പണിയെടുത്തോട്ട്. പക്ഷെ അൻവറിന്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും അല്ല പോലും ഇവിടെ വിട്ടത്. പിന്നെ സുധാകരേട്ടനും മുരളിയേട്ടനും ചെന്നിത്തല അദ്ദേഹം ഒന്നും കൺവെൻഷന് ചെന്നില്ല. ഇതൊക്കെ അവർ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള മനുഷ്യൻ ഒരു കണക്കിനാ രാത്രി ഹോംവർക്കും ചെയ്ത് എന്നെ ഒന്ന് പറയണ്ടേന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അന്നേരത്തിന് ഓരോ ചോദ്യം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെ കുറിച്ച്. എന്നിട്ട് അവരുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോ ഉത്തരം മുട്ടിക്കുന്ന ഓരോ ചോദ്യവും ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ തീരുമാനിക്കും ആരൊക്കെ വരണം. മോദിജിക്കാവാങ്കി എനിക്ക് എന്തായിക്കൂടെ? ഞാൻ ഇനി കാണിച്ചു കൊടുക്കാം. ഇനി ഞാൻ സംസാരിക്കുന്ന ആരൊക്കെ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനാണ് പത്രസമ്മേളനം നടത്തണമെങ്കിൽ ദേശാഭിമാനിയിൽ നിന്ന് 3 പേര്, കൈരളിയിൽ നിന്ന് 2 പേര്, 5 6 പേര് വന്നിട്ട് അവിടെ തന്നെ ചോദ്യം നിൽക്കും. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു അവസരം ഇല്ലാത്ത തരത്തിൽ, വേറെ കൊണ്ട് ചോദിപ്പിക്കാത്ത തരത്തിൽ. ഇനി എന്നെ ഉത്തരം മുട്ടിപ്പിക്കാൻ ആരും ഓർക്കണ്ട. ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്താലല്ലേ എന്നെ ഉത്തരം മുട്ടിപ്പിക്കാൻ പറ്റൂ. നടക്കില്ല മക്കളെ. കളി ഞാൻ കാണിച്ചു കൊടുക്കാം. അതോ എല്ലാം ഓർത്തിരിക്കുകയും ചെയ്യും പറ്റുകള്. എന്നിട്ട് കുത്തി കുത്തി ഇങ്ങോട്ട് ചോദിക്കും. പാവം ചെന്നിത്തല അദ്ദേഹത്തിനും കിട്ടി. മതേതരത്വത്തിന്റെ മകുട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു. ഒരു വഞ്ചനയുടെ ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. ആ വഞ്ചനയ്ക്കെതിരെയുള്ള ജനവിധിയാണ് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് പറയേണ്ടത്. അത് വഞ്ചിച്ച ആളുടെ പേര് പറഞ്ഞില്ലായെങ്കിലും ഇന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരാൾ കുറ്റം പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ വന്ന സമയത്ത് മറുപടി പറയുന്നത് എന്താണ് ജനമാണ് മലപ്പുറത്തെ ജനങ്ങളെ വഞ്ചകരായി എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല. ഒന്നുകിൽ അന്ന് വാർത്ത വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ടതാണ്. ഞാൻ വാർത്ത വായിച്ചു, ശ്രദ്ധിച്ചു. ഇഷ്ടമല്ല എനിക്ക് അവരെ. ഇനി അടുപ്പിക്കത്തില്ല ഞാൻ. ഇഷ്ടമല്ല.